ഷുഗർ കഴിക്കുന്നത് കൊണ്ടിട്ടല്ല ബ്ലഡിൽ ഷുഗർ ഡയബറ്റിസ് വരുന്നത്. പിന്നെ എങ്ങനെയാ? ഈ രീതിയിൽ അവസാനം വരെ നോക്കുക. ഒരു ഫാക്ട് പറഞ്ഞു തരാം. ബോഡിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് വരും. പാൻക്രിയാസ് ഇൻസുലിൻ റിലീസ് ചെയ്യും. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കീ പോലെയാണ്. ബോഡിയുടെ സെൽസിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഗ്ലൂക്കോസ് സെൽസിനകത്ത് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ഉണ്ട്, ലോക്ക് അങ്ങ് ജാമായി, അതുകൊണ്ട് ഷുഗർ സെൽസിനകത്ത് കയറുന്നില്ല. സോ ബ്ലഡ് ഷുഗറിന്റെ അളവ് അങ്ങ് കൂടും. അതേസമയം സെൽസിന് എനർജി ഇല്ലാതെ ടയർഡ് ആയിരിക്കും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്ലോ ആയിട്ട് തന്നെ ബ്ലഡ് ടോക്സിക് ആവും. സോ ഇതിന്റെ റിസൾട്ട് എന്താണ്? 10 വർഷം കഴിയുമ്പോൾ പേഷ്യന്റിന് സ്ലോ ആയിട്ട് തന്നെ ഹാർട്ട് കംപ്ലൈന്റ് വരും, കിഡ്നി കംപ്ലൈന്റ് വരും, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരാം, നെർവ് ഡാമേജ് ഉണ്ടാവും. വെറും മെഡിസിൻ മാത്രം കൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസ് എന്താന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണ്. അതായത് ഹെൽത്തിലോട്ട് നമുക്ക് റിട്ടേൺ ആവാം. നെക്സ്റ്റ് റീലിൽ ഇതിന്റെ സയൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ അവർക്ക് ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക.